വയനാട് സബ് കളക്ടർ സി ഗീതയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സസ്പെൻഷൻ വകുപ്പുതല നടപടിയല്ല, പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ്. അന്വേഷണം നടക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ആരോപണം ഉന്നയിക്കപ്പെട്ടതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽസും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു പരാതി മാത്രമാണ്. പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഇപ്പോൾ ഉള്ളത് ഒരു നടപടിയല്ല, ഇപ്പോൾ ഉള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സസ്പെൻഷൻ. കേരളത്തിൽ അതിവേഗ യാത്രാ സംവിധാനം ഒരുക്കാൻ ക്രിയാത്മകമായ കൂടിയാലോചനകൾ ഉണ്ടാകണം. ഇക്കാര്യത്തിൽ ദീർഘനാളായുള്ള സർക്കാർ നിലപാട് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടികളെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വേഗതയിൽ യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകണമെന്നും അതിവേഗത്തിൽ യാത്ര ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം തന്നെ വേണമെന്നും ദീർഘകാലമായിട്ട് കേരളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സംവാദമാകട്ടെ, അതിനെക്കുറിച്ച് ഉള്ള കേവലമായിട്ടുള്ള ആകാശത്ത് വരുന്ന പ്രഖ്യാപനമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ആലോചനകൾ നടത്തണം. സർക്കാർ ഇക്കാര്യത്തിൽ ചില ആലോചനകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില സജഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായത് ഏതെങ്കിലും വിധത്തിൽ അത്തരം ഒരു ആലോചനയുടെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്രാ സംവിധാനം ഒരുക്കണമെന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചു. അതിന് നിരവധി പ്രതികരണങ്ങളാണ് വരുന്നത്. ചില പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. ആശയങ്ങളെല്ലാം എത്തട്ടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ.